السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. وعن ابن عمر رضي الله عنهما قال رسول الله صلى الله عليه وسلم: ما من أيام أعظم عند الله من هذه الأيام العشر فأكثروا بالتهليل والتكبير والتحميد والتسبيح. റവാഹു ഇബ്നു മാജ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. ഒരുപാട് പുണ്യങ്ങളും നന്മകളും നേട്ടങ്ങളും ഈ ദിനങ്ങൾ നേടിയെടുക്കാൻ പ്രവാചകന്റെ നിർദ്ദേശമുണ്ട്. വിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ടത്, തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ നോക്കണം. പ്രത്യേകിച്ച് ദിവസങ്ങൾ, റമദാനിലെ അവസാനത്തെ 10 നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കും. ഒരൊറ്റ ജമാഅത്ത് കളയാൻ അതേ മഹത്വം ഇതിന് കൊടുക്കണം. പ്രത്യേകിച്ച് പറയാനുള്ളത്, സുബഹി 48 ഇത് 47 ആകും. പിന്നെ താഴത്തേക്ക് പോകില്ല. 47 കഴിഞ്ഞാൽ പിന്നെ ഇനി മുകളിലേക്ക് സഞ്ചരിക്കുക. 5:59 വരെ സഞ്ചരിക്കും. അത് ഖുർആൻ പരിശോധിച്ചാൽ കാണാം. സൂര്യനെ അല്ലാഹു തആല നമ്മുടെ ആരാധനാ കർമ്മങ്ങളുമായി ബന്ധിപ്പിച്ചു. ചന്ദ്രനെ അല്ലാഹു തആല നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധിപ്പിച്ചു. അത് സൂറത്തുൽ ഹജ്ജിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സൂര്യൻ എനിക്ക് സുജൂദ് ചെയ്യുന്നു. അവ സൂര്യനെ ആരാധിക്കാൻ പാടില്ല. വല്ലാത്തൊരു ആയത്ത ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ ഖുർആനിൽ 15 സ്ഥലങ്ങളിലാണ് തിലാവത്തിന്റെ സുജൂദ് ഉള്ളത്. 15 സ്ഥലങ്ങളിൽ. അതിലൊരു സൂറത്തിൽ മാത്രം 2 തവണ വന്നത് സൂറത്തുൽ ഹജ്ജിലാണ്. ആ ഒന്നാമത്തെ തിലാവത്തിന്റെ ആയത്തിലാണ് പറഞ്ഞത്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യുന്നു, നിങ്ങൾ സുജൂദ് ചെയ്യണം. സാന്ദർഭികം പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ സാധാരണ പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് മാസത്തൊക്കിലല്ല. ഇസ്ലാമിന്റെ കണക്കനുസരിച്ച് മുഹറം മുതൽ എല്ലാ മാസങ്ങളിലും മാസം നോക്കണം. പ്രത്യേക പ്രാർത്ഥനയുള്ളതിനൊക്കെ. ആഘോഷങ്ങൾ വരുമ്പോഴാണ് നോക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചന്ദ്ര ഗ്രഹണങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അലാറങ്ങൾ കൃത്യമായിട്ട് വെച്ചിട്ട്, ഇപ്പൊ 48 നാളെയോ മറ്റന്നാളോ 47 ആകും. പിന്നെ അത് കഴിയുമ്പോൾ കൂടി വരും. ഓരോ വഖത്തും അങ്ങനെയാണ്. അത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ സമയം കൊണ്ട് ക്രമീകരിക്കാൻ ആലോചിച്ച് 1 മണിക്കൂറാണ് ഒരു വർഷത്തിൽ ടൈം വ്യത്യാസം വരിക. 47, 48, 49, 50 കൂടി പോയി 5:59 വരെയാകും. അപ്പോഴും നമ്മൾ എഴുന്നേൽക്കും. ലോഹറിന്റെ സമയം നോക്ക് നിങ്ങൾ, മഗ്‌രിബിന്റെ സമയം നോക്ക്, 5:59 വരെ വരും. ഇശാന്റെ സമയം നോക്ക്, 7:12 വരെ വരും. നമ്മുടെ ജീവിതത്തെ അല്ലാഹു തആല ഇബാദത്ത് കൊണ്ട് സമയം കൊണ്ട് ക്രമീകരിക്കുക. ഏതു സമയത്തും ക്രമീകരണമാണ്. അതാണ് ഇബാദത്തിന്റെ പ്രത്യേകത. നിസ്കാരത്തിന്റെ പ്രത്യേകത അതാണ്. 5:45 സുബ്ഹി ബാങ്ക് വിളിച്ചാൽ നമ്മൾ എഴുന്നേൽക്കും. 6 മണിക്ക് സുബ്ഹി ബാങ്ക് വിളിച്ചാലും നമ്മൾ എഴുന്നേൽക്കും. വിശ്വാസികൾ അല്ലാഹു തആല അങ്ങനെ ക്രമീകരിക്കുന്നത്. അതാണ് വിശുദ്ധീകരണം. പറഞ്ഞു വന്നത്, ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. പ്രവാചകൻ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ദുൽഹജ്ജിലെ 10 ദിനങ്ങൾ. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ആ 10 ദിനങ്ങളിൽ
ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. പഠിക്കേണ്ട ഒരു വിഷയം നമ്മുടെ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോ ഇബ്നു ഉമർ എന്ന് കാണാൻ കഴിയും. അത് ഷോർട്ട് ടൈമാണ്. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള എന്നാണ്. ചില ഹദീസുകളിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് കാണാൻ കഴിയും. അപ്പൊ ഇബ്നു ഉമർ എന്ന് കാണുന്ന സ്ഥലത്ത് എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. അവിടെ ഉമറിന് വേണ്ടിയും മകന് വേണ്ടിയും ആ പ്രാർത്ഥന പറയണം. റളിയല്ലാഹു അൻഹുമാ എന്ന ഹദീസിൽ വരുന്നത്. അത് ഹദീസുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വിഷയമാണ്. ഇബ്നു ഉമർ, ഉമറിന്റെ മകനാണത്. അവിടെ ഹദീസിൽ അബ്ദുള്ള എന്ന് കാണാൻ കഴിയും. പറഞ്ഞു വന്നത് ആ ഹദീസിൽ ആ സഹാബി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ഫഅക്സിറു, നീ അധികരിപ്പിക്കണം, ബിത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. ഒരുപാട് ശബ്ദത്തിലാവരുത്. പ്രത്യേകിച്ച് പള്ളിയിലാകുമ്പോ ശരീരം കേൾക്കാത്ത രൂപത്തിൽ മതി, ശബ്ദം കൂട്ടിയൊന്നും വേണ്ട. പള്ളിയുടെ മര്യാദ അതാണ്. ബിത്തഹ്ലീൽ, ഈ 10 ദിനങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കണം. വത്തഹ്മീദി, അൽഹംദുലില്ലാഹ് അധികരിപ്പിക്കണം. വത്തക്ബീർ, അല്ലാഹു അക്ബർ അധികരിപ്പിക്കണം. വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് അധികരിപ്പിക്കണം. അവിടെ എണ്ണം വേണ്ട. നിസ്കാര ശേഷമുള്ള എണ്ണമുണ്ട് 33, 33, 33. പക്ഷെ ഈ 10 ദിനങ്ങളിൽ നമ്മൾ തസ്ബീഹിൽ എന്ത് ചെയ്യണ്ട? എണ്ണം പിടിക്കണമെന്നില്ല, ധാരാളം ചൊല്ലുക. അവിടെ എന്താ ലക്ഷ്യം? അള്ളാനെ ഓർക്കുക, അള്ളാന്റെ സ്മരണ നിലനിർത്തുക. ഈ 10 ദിനങ്ങളിൽ ആദരിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിച്ചിരുന്നു, സ്വഹാബത്തും ആദരിച്ചിരുന്നു, ഞാനും ആദരിക്കുന്നു. ഈ മഹത്വമാണ് അതിന് നൽകേണ്ടത്. അള്ളാഹു ആ മഹത്വങ്ങളെ നിലനിർത്തി പ്രവാചകന്റെ സുന്നത്തുകളെ പിൻപറ്റാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ധാരാളം ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ അവിടെ എത്തിയിട്ടുണ്ട്. യാത്രയിൽ ആയ ആളുകളുമുണ്ട്. അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, മനസ്സിൽ ആഗ്രഹമുള്ള ആളുകൾ ഈ പള്ളിയിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്, മഹല്ലുകളിലുണ്ട്. ഹലാലായ സമ്പത്തുമായി നല്ല ആരോഗ്യവുമായി മരിക്കുന്നതിന് മുമ്പ് ആ കഅബാലയം ഒന്ന് കാണാനും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ യാ അല്ലാഹ്. പടച്ചവനെ, കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ. പടച്ചവനെ, നാട്ടിലുള്ള എല്ലാ മനുഷ്യരുമായും സൗഹാർദ്ദത്തിൽ സ്നേഹബന്ധങ്ങളിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, മരണം വരെ തൗഹീദ് മുറുകെ പിടിച്ച് ശിർക്കിനെതിരായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും കുടുംബങ്ങളെയും നമസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب اغفر رب ارحمهما كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.